നല്ല ഭംഗിയുള്ള ഒരു അടുക്കള അല്ലെ, എന്ത് രസാണല്ലേ കാണാന്. നിങ്ങൾ എന്തെങ്കിലും കണ്ട ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആരൊരാള് പാന്റ് ഇടാതെ പോണ പോലെ തോന്നിയ നിങ്ങൾക്ക്? അല്ല, കണ്ടപ്പോ ഞാൻ വിചാരിച്ചു പാന്റ് ഇടാതെ നടക്കുന്നത് എന്നുള്ളത്. സത്യത്തിൽ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെയാണ് നമ്മൾ ഇടേണ്ടത് എന്നാണ് ബിഗ് ലൂസിലൂടെ നമുക്ക് കിട്ടുന്ന വലിയൊരു മെസ്സേജ്. പിന്നെ ബിഗ് ലൂസ് മെസ്സേജുകൾ കൊടുക്കാനോ മെസ്സേജുകൾ പാസ് ചെയ്യാനോ വരുന്നതല്ല എന്നാണ് ലാലേട്ടൻ പറയുന്നത്. പക്ഷെ ലാലേട്ടൻ തന്നെ ഒരു മെസ്സേജ് തന്നിട്ടുണ്ട്. അവരെ ഞാൻ വീട്ടിൽ കയറ്റല്ലോ, നിങ്ങൾ കയറ്റില്ലെങ്കിൽ നിനക്കെന്താ എനിക്കെന്താ മാങ്ങാക്കൊലി തേങ്ങാക്കൊല എന്ന് പറഞ്ഞല്ലോ. അതാണ്, മെസ്സേജുകളൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. പക്ഷെ ജിസേൽ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ബോംബെക്കാരിയാണ്. ബോംബെക്കാരിക്ക് ഏത് വസ്ത്രം ധരിക്കാം, ഒരു കുഴപ്പമില്ല. കുറേ ഫോട്ടോസ് ആൾക്കാർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, കുറേ വീഡിയോസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇവര് റോസ് വസ്ത്രം ഇട്ട് നടക്കുന്ന ഒരു ക്ലിപ്പും കൂടി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതായത് ആ വസ്ത്രം ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇട്ടിട്ടുണ്ട്, ഇട്ടിട്ടില്ല ചോദിച്ചാൽ ഇട്ടിട്ടുണ്ടോ, ഒരു പിടിയുമില്ല. അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു വസ്ത്രധാരണമാണ് ഇവർ ചെയ്യുന്നതെന്നുള്ളതാണ്. ഇത് ഒരുപാട് കുട്ടികളും ഒരുപാട് വലിയ വലിയ ആളുകളും കാണുന്ന ഒരു പ്രോഗ്രാമാണ് അല്ലെ. വീട്ടമ്മമാരാണ് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യുന്നത്. ഇത് കുത്തിയിരുന്ന് കാണുന്നവരും. കഴിഞ്ഞ സീസൺ ഓർമ്മ ഉണ്ടാവുമല്ലോ, നമ്മുടെ ജിൻഡോ ചേട്ടൻ കപ്പടിച്ച സീസൺ. ആ ഒരു സീസണിൽ ജിൻഡോയെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളിൽ ഒന്ന് ശരണ്യ എന്ന ഒരു കോണ്ടസ്റ്റന്റ് അവർ ഇട്ട വസ്ത്രം, ഒരു സിംസ്യൂട്ട് വസ്ത്രമൊക്കെ ഇട്ട് വന്നപ്പോൾ അതിനെ ചോദ്യം ചെയ്തപ്പോൾ അത് വലിയ ചർച്ചയായി. ചർച്ച ചെയ്തപ്പോൾ നമ്മുടെ മലയാളികളായ ആളുകളൊക്കെ ജിൻഡോയുടെ കൂടെ കൂടി. ഇവിടെ ആരും ചോദ്യം ചെയ്യാനൊന്നുമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുരോഗമന ചിന്താഗതിയുള്ള ആളുകളാണെന്നുള്ളതാണ്. ഞാനും വലിയ പുരോഗമന ചിന്താഗതിയുള്ള ആൾ തന്നെയാണ്. പക്ഷെ എന്നെ എല്ലാവരും പിടിച്ച് അമ്മാവനാക്കുക കേട്ടോ. എന്നെ അമ്മാവനാക്കി എനിക്കൊരു തേങ്ങാക്കൂരില്ല. കാരണം ഞാനും കൂടി ഉൾപ്പെടുന്ന ആളുകൾ വോട്ട് ചെയ്തുകൊണ്ട് ഞങ്ങളൊക്കെ വിധികർത്താക്കന്മാരാണെന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. അതായത് നീയും ഞാനൊക്കെ വോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ വിധികർത്താക്കന്മാരാണല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാലോ എന്നുള്ളതാണ്. ഓക്കെ, നമുക്കൊരു ക്ലിപ്പും കൂടി കണ്ടതിന് ശേഷം വാചാലനാവാം. ലാലോ, എന്താണോ ചർച്ച അല്ലേ? ഷാനവാസ് അവിടെ എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. എന്താലേ, നല്ല രസമുണ്ടല്ലേ കാണാന്. ഇതും പറഞ്ഞുകൊണ്ട് കുറെ എണ്ണം ഇരിക്കുന്നുണ്ടല്ലോ. ഈ ജിസേൽ വന്നതോട് കൂടിയിട്ട് വ്യൂവർഷിപ്പിന്റെ എണ്ണം കുറച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ. ഓയോ ബസ് കാണാൻ വരുന്ന ആളുകളുടെ എണ്ണം പിന്നെ പറയേണ്ടതായിട്ടില്ലല്ലോ, കൂടി വന്നുകൊണ്ടിരിക്കുന്നു. കുൽസിതം, പരദൂഷണം, പിന്നെ അത് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എടുത്തുക പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദില നൂറ എന്ന ഒരു കോണ്ടസ്റ്റൻസ് അവിടെയുണ്ട്. ഇന്നത്തെ ലൈവ് കണ്ട ആളുകൾ കണ്ടോ എന്ന് എനിക്കറിയില്ല. അവരിരുന്ന് കുശു പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന്, ഷാനവാസിനെ പിന്നിൽ നിന്ന് കുത്തും, അനുമോളെ ഞങ്ങള് റിയാസിന്റെ മുന്നിൽ അങ്ങനെ എറിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലും ആദിലയുടെ യഥാർത്ഥ മുഖം കാണുന്നതാണ്. ലക്ഷ്മി ഇത് പറഞ്ഞു എന്നൊരു കാര്യം ലാലേട്ടൻ പറയുമ്പോൾ മുഖത്തൊരു സങ്കടവും ഒരു ഗൗരവവും ഒക്കെ വന്നു, സ്വാഭാവികമായിട്ട് വരുന്നതാ. റിയാസും ശോഭയും വന്നതൊക്കെ കണ്ട് പറഞ്ഞപ്പോ ഉള്ളിൽ നിന്നുള്ള സാധനം വന്നു, ഉള്ളിലത്തെ ആ കീടാണു പുറത്തേക്ക് വന്നു. പിന്നെ മുഖഭാവം മാറുന്നു. ഇഷ്ടമായിരുന്ന മുഖത്ത് ഇഷ്ടമല്ലാത്ത ഭാവങ്ങൾ, നമുക്ക് ഇഷ്ടമല്ലാത്ത ഭാവങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോ ഒരു കാര്യം മനസ്സിലാക്കി, അകത്തു നിന്നും പുറത്ത് കുറച്ച് വിഷം തീണ്ടുന്നുണ്ട് എന്നുള്ളത്. ഷാനവാസിനെ പിന്നിൽ നിന്ന് കുത്താനുള്ള പ്ലാനുകൾ, അതേപോലെ നവീനെ വീണ്ടും കൂടെ പിടിച്ചിട്ടുണ്ട്. കാരണം അവൻ നമ്മുടെ ടീമിലുള്ള ആളാണ് എന്നുള്ളൊരു കാര്യം അത് റിയാസ് സലീം വന്നു പോയപ്പോൾ മനസ്സിലായി എന്നുള്ളതാണ്. കൂടെ പിടിച്ചു, നവീനുമായിട്ട് എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് അവസാനിപ്പിച്ചു, കൂടെ പിടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ അടുത്ത പണികള് അനീഷ്, അനുമോള്, ഷാനവാസ്, ഇവരെ 3 പേരെയും തീർക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം, എന്നതിന് ശേഷം സംസാരിക്കാം. എന്തായാലും ജിസേലിന്റെ വസ്ത്രധാരണം കൊള്ളാം. മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആദിലെ നൂറെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിഷൻ ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്ന യഥാർത്ഥ ലക്ഷ്യം അനുവിനെ സപ്പോർട്ട് ചെയ്യുക, അതേപോലെ തന്നെ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ വന്നിരിക്കുന്നതെന്നാണ് ആദില പറയുന്നത്. ഇപ്പം നിനക്കൊരു കാര്യം മനസ്സിലായി, അനീഷ് ഇപ്പോൾ ഗ്രൂപ്പിൽ ചേർന്നിട്ടുണ്ട്. ഷാനവാസിന്റെ ഗ്രൂപ്പിലാണ് ഇപ്പോൾ അനീഷ് ഉള്ളത്. എന്താണ് അനുമോൾ ഇവിടെ ചെയ്യുന്നത്? അവളൊരു ഡബിൾ ഫേസ് അല്ലേ കളിക്കുന്നത്? അവൾ ഷാനവാസിന് വോട്ട് ചെയ്ത് സ്റ്റാർ കൊടുത്തതൊക്കെ നിനക്ക് മനസ്സിലായില്ലേ? ഇപ്പം അവർ ഒറ്റക്കെട്ടാണെന്ന് ആദില പറയുന്നുണ്ട്. അവളോട് എനിക്ക് എന്താണെങ്കിലും സംസാരിക്കാമെന്ന് നൂറ പറയുന്നുണ്ട്. നീ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? നിന്റെ ഈ ഡബിൾ സ്റ്റാൻഡുള്ള മുഖം കാണിക്കാനാണെന്ന് എനിക്ക് ചോദിക്കണമെന്ന് നൂറ പറയുന്നുണ്ട്. ആ സമയത്ത് ആദില പറയുന്നുണ്ട്, ഞാൻ അവളെ എന്താണെങ്കിലും റിയാസിന്റെ മുമ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് വൾഗർ ഡ്രസ്സിന്റെ പേരിൽ. അവൻ നിർത്തി പൊരിച്ചിട്ടുണ്ട്, കുറെ മൂപ്പിച്ചു. ഞാനും കുറെ എരിപിരി അങ്ങോട്ട് കയറ്റി കൊടുത്തിട്ടുണ്ട്. യെസ്, ദ റിയൽ ഫേസ് ഓഫ് ആദില നൂറ. അവര് ഇരുന്ന് ചർച്ച ചെയ്തതാ, ഞാൻ ഇരുന്ന് കണ്ടോണ്ടിരിക്കുന്നത്. ഇത് ഏകദേശം 3-3:30 സമയത്ത് അവർ ആ ഒരു സോഫയിൽ ഇരുന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. അതിൽ കൃത്യമായി പറഞ്ഞ കാര്യമുണ്ട്, അനുമോളെ റിയാസ് സലീമിന്റെ മുന്നിൽ ഞാൻ ഇട്ടുകൊടുത്തു, ഞാൻ മൂപ്പിച്ചു കൊടുത്തു. അവൾ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ റിയാസ് പൊരിച്ച് കൈ കൊടുത്തു. പൊരിച്ചു കൊടുക്കാൻ ഇവൻ ആര്? വല്ല ചെഫോ മറ്റാണ് പൊരിച്ചു കൊടുക്കാൻ? ഇവൻ ആരാണല്ലെങ്കിൽ ഇവൻ വന്ന് 4 സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പൊരിയുന്നു?
ഓരോ ആളുകൾക്കും ഓരോ കാഴ്ചപ്പാടുണ്ടാവും. ഇപ്പൊ ഗിസേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. എനിക്ക് എന്തായാലും ആ വസ്ത്രധാരണത്തിനോട് യാതൊരു യോജിപ്പില്ല. അത്ര മാത്രം വൾഗർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് പറയാണ്, ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവും, നിങ്ങൾക്ക് അതിന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം കേട്ടോ. അതേപോലെ തന്നെ അല്ലേ ഇവിടെ ആദില നൂറയെ സപ്പോർട്ട് ചെയ്യാത്ത എല്ലാവരും മോശക്കാരാണ് എന്നാണ് റിയാസ് വന്ന് പറഞ്ഞത്. ഇതേ നിലപാടെടുക്കുന്നു ആദില നൂറ. എല്ലാവരും ഇവർക്ക് സപ്പോർട്ടാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഇവര്. ഷാനവാസ് ഇവരെ സപ്പോർട്ടാണെന്ന രീതിയിൽ തന്നെയാണ് ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ഈ വ്യക്തികളോട് ഇവർക്ക് താല്പര്യം ഉണ്ടാവും. പക്ഷേ ഇവർ ചെയ്തു വന്ന ഈ ഒരു പ്രവണത, ഈ ഒരു പ്രവൃത്തി സ്വന്തം വീട്ടിലേക്ക് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അവിടെയുള്ള എല്ലാവരും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇപ്പൊ പുറത്തിറങ്ങി വന്നിട്ടുള്ള നമ്മുടെ രണസുനെ പറഞ്ഞൊരു വാക്കുണ്ട്, അവരെ ഞാൻ ചേർത്ത് വെക്കുന്നുള്ളത്. സ്വന്തം മക്കൾ ആ രീതിയിൽ പോകുമ്പോഴാണ് നമുക്ക് വേവലാതിയും ആവലാതിയും കൂവലാതിയും ഒക്കെ ഉണ്ടാവുള്ളൂ. അല്ലാത്ത ആളുകൾക്കൊന്നും ഒരു വിഷയമല്ല എന്നുള്ളതാണ് ആദിലയുടെ യഥാർത്ഥ മുഖം. നൂറയല്ല, നൂറ അവിടെ വളരെ ഫെയർ ഗെയിമാണ് കളിക്കുന്നത്, കണ്ടാൽ തന്നെ മനസ്സിലാവും. നേരെ തിരിച്ച്, അതായത് നൂറക്ക് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്, അതെല്ലാം മുള്ളേ എന്ന് പറഞ്ഞിട്ടൊരു ഡയലോഗ് ഉണ്ട്. നേരെ തിരിച്ച് ആദില പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, അവളെന്താ നിന്നോട് പറഞ്ഞത്, അവൾ വെറുതെ വിട്ടാൻ പറ്റില്ല, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് കര 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 കര. അപ്പൊ തന്നെ നമ്മൾ മുന്നേ പറഞ്ഞ അതേ സ്റ്റാൻഡ് തന്നെ, ആദിലയാണ് എല്ലാത്തിന്റെയും മുന്നിൽ അങ്ങനെ നിൽക്കുന്നത് എന്നുള്ളതാണ്. തുടർന്ന് കേൾക്കാവേ എന്നൊക്കെ ആദില പറയുന്നുണ്ട്. ആ സമയത്ത് ആദില ചോദിക്കുന്നുണ്ട്, എൻ്റെ ടാസ്കിനെ കുറിച്ച് ഇവിടെയുള്ളവരൊക്കെ എന്താ പറഞ്ഞത്, നല്ല അഭിപ്രായമാണ്, മോള് നല്ല സ്ട്രോങ് പ്ലെയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അടിപൊളിയായി ചെയ്തു എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് നൂറ. എന്താണെങ്കിലും നമുക്ക് ക്യാപ്റ്റൻസി കിട്ടണം, ക്യാപ്റ്റൻസി കിട്ടിയേ പറ്റൂന്ന് ആദില പറയുന്നുണ്ട്. ക്യാപ്റ്റൻസി കിട്ടുമല്ലോ, കിട്ടാതിരിക്കില്ലല്ലോ. എന്തായാലും ടോപ്പ് 5 ഇവർ രണ്ടുപേരിലെ ഒരാളല്ലെങ്കിൽ രണ്ടുപേരെയും അവിടെ നിലനിർത്തും. കാരണം ലാലേട്ടൻ അത്രമാത്രം ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ അതിഥികളായി വന്ന ആളുകളും വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബിഗ് ബോസിന്റെ ആ ഒരു താല്പര്യം ഇത് തന്നെയാണെന്നുള്ളത്, ഇവരെ സപ്പോർട്ട് ചെയ്ത് അവിടെ നിലനിർത്തുക എന്നുള്ള ഒരു കാര്യം. എന്നിട്ട് വലിയൊരു മെസ്സേജ് കൊടുത്തു എന്ന് പറയും. പക്ഷെ മെസ്സേജ് ഒന്നും കൊടുക്കുന്നില്ല എന്നല്ല ലാലേട്ടൻ പറഞ്ഞത്. നിങ്ങൾക്ക് സംസാരിക്കാനുള്ള യാതൊരു റൈറ്റും ഇല്ല, ഞങ്ങൾ പറഞ്ഞത് പറയാൻ പാടുള്ളൂ എന്ന രീതിയിലാണല്ലോ ലാലേട്ടനെ കടന്നു നിൽക്കുന്നത്. ഇവരെ ടോപ്പ് 5 പിന്നെ അനീഷും ഷാനവാസും തമ്മിലുള്ള ആ ഒരു ബോണ്ട്, അതായത് അവർ ഭയങ്കര സൗഹൃദമാണ്, അവർ ഗെയിം കളിയും ഗ്രൂപ്പായിട്ടാണെന്നാ പറയുന്നത്. എന്നാൽ ഇവർ തമ്മിൽ സൗഹൃദമുണ്ട്, അത് ഇപ്പൊ തുടങ്ങിയതാ. ഒരു 5-6 ദിവസമായിട്ടുള്ള അവർ ആ ഒരു സൗഹൃദത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അനീഷിന്റെ നിലപാട് എന്താണെന്ന് ഇപ്പോഴും ആദിലേക്ക് നൂറക്ക് മനസ്സിലായിട്ടില്ല. ഗെയിം വരുന്ന സമയത്ത് ഇവര് കീരിയും പാമ്പാ, ഗെയിം വരുന്ന സമയത്ത് ഇവര് ഒത്തൊരുമിച്ച് നിൽക്കില്ല. എന്നാൽ ഒരുമിച്ചുള്ള ഗെയിമുകളാണെങ്കിൽ, ഇപ്പോ കഴിഞ്ഞ ടാസ്ക് ഒക്കെ അറിയാമല്ലോ, ആ ഒരു ടാസ്കിൽ അവർ ഒരുമിച്ച് നിൽക്കുന്നതാ. ഇവരെ വേറിട്ട് നിർത്തി നോക്ക്, ഹനീഷിന്റെയും ഷാനവാസിന്റെയും ഫൈറ്റ് നിങ്ങൾക്ക് കാണാം. ഇതൊന്നും നൂറക്ക് അതിലേക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാ. ഇവിടെ നൂറയും അതിലെ 2 കണ്ടസ്റ്റന്റാ. 2 തട്ടത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇവർ മത്സരിക്കുക ഏത് രീതിയിലാ, ഒരുമിച്ച് തന്നെയാണ്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാന്നുള്ളതാണ്. അപ്പൊ മഴവില്ലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിട്ടാണ് ബിഗ് ലൂസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവരുടെ കാഴ്ചപ്പാടുകളൊക്കെ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ അല്ലെ. നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാട്ടോ, ചില ആളുകൾ നിങ്ങളോട് ചൂടാവാൻ വരും. നൂറ ആദിലനോട് പറയുന്നുണ്ട്, അക്ബർ എന്താണെങ്കിലും നമ്മൾ ഒരു കാര്യത്തിന് നോമിനേറ്റ് ചെയ്യില്ല, ക്യാപ്റ്റൻസിയിൽ പ്രത്യേകിച്ച് നമ്മൾ നോമിനേറ്റ് ചെയ്യാതിരുന്നത് മനഃപൂർവ്വമാണ്. അയാൾ എപ്പോഴും നമ്മളെ ജയിലിലേക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോമിനേഷനിൽ മാത്രമാണ് നോമിനേറ്റ് ചെയ്യാറുള്ളതെന്ന് ആദിലനോട് പറയുന്നുണ്ട്. അത് ശരി തന്നെയാണ്, അത് ഞാനും നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നിവിടെ എല്ലാവരും എന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായെന്ന് ആദില പറയുന്നുണ്ട്. ആ ഒരു കോൺഫിഡന്റ് നല്ലതാണ്. അതായത് മനസ്സിനകത്തുള്ള ആ ഒരു വിഷമുണ്ടല്ലോ, ആ വിഷം പുറത്തേക്ക് പതുക്കെ അങ്ങോട്ട് വന്നോളും. അനുമോളെ ബാക്കിൽ നിന്ന് കുത്തി കട്ടപ്പൻ തന്നെയാണ് അതില്ല, കട്ടപ്പ. അവർക്ക് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, അവർക്ക് ജയിക്കുക, കപ്പടിക്കുക എന്നുള്ളത്. ഈ ഒരു കാര്യത്തിൽ കുരുട്ടുബുദ്ധി ഒക്കെ പുറത്തേക്ക് വരും. എന്തായാലും ലക്ഷ്മി ഈ ഒരു കാര്യം പറഞ്ഞതോട് കൂടിയിട്ട്, റിയാസ് സലീമും ശോഭയും വന്ന് ഇവരെ സപ്പോർട്ട് ചെയ്തതോട് കൂടിയിട്ട് ആദിലയുടെ യഥാർത്ഥ തനി സ്വഭാവം കാണാൻ കഴിഞ്ഞു എന്നുള്ളത് അതൊരു വലിയ ഭാഗ്യമാണ്. പൊതുസമൂഹം ഇതൊക്കെ കണ്ടുകൊണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. രജിത്ത് സാറ് ഈ വിഷയത്തിൽ കൃത്യമായ ഒരു കാര്യം പറയുന്നുണ്ട്. തുച്ഛമായ കുറച്ച് പൈസയ്ക്ക് വേണ്ടിയോ ഒരു പോപ്പുലാരിറ്റി പ്രശസ്തിക്ക് വേണ്ടിയോ സ്വന്തം അമ്മയും പെറ്റ അമ്മയും ജന്മം തന്ന അച്ഛനെയും വാപ്പയും ഉമ്മയൊന്നും ഇത്രത്തോളം കുറ്റം പറയരുത്. എന്ത് ചെയ്യാനാണ് എന്റെ പൊന്നു രജിത് സാറേ, അവരൊക്കെ ശീലിച്ചു പോയി. അവരുടെ ഇന്റർവ്യൂകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവരുടെ ഫാമിലിയെ പരമാവധി താഴ്ത്തി കെട്ടുന്ന രീതിയിലുള്ള ഇന്റർവ്യൂകളാണ്. എന്റെ ഉപ്പ എന്നെ, ഞാൻ ആൺകുട്ടികളുടെ കൂടെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടികളുടെ ഇടയിൽ കൊണ്ടുപോയി. എന്ത് ചെയ്യാനാണ്, വാപ്പക്ക് ബുദ്ധിയില്ല, എനിക്ക് പെണ്ണുങ്ങളോടാണ് താല്പര്യം എന്ന് മൂപ്പര് മനസ്സിലാക്കിയില്ല. എന്താ ചെയ്യ, കാരണം അച്ഛൻ പീഡിപ്പിച്ചു, അമ്മ പീഡിപ്പിച്ചു, അമ്മ അങ്ങനെ ചെയ്തു, അച്ഛൻ ഇറക്കി വിട്ടു. അതൊക്കെ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ദുഷ്ടതയാണ് രജിത് സാർ, ദുഷ്ടതയാണ്. നമുക്കറിയാം, നൊന്ത് പ്രസവിച്ച ഉമ്മയെയും തനിക്ക് വേണ്ടി ജീവിതകാലം ഒഴിഞ്ഞു വെച്ച മാതാപിതാക്കളെയും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട്, ചവിട്ടി താഴ്ത്തിക്കൊണ്ട്, നാണം കെടുത്തിക്കൊണ്ട് ഇറങ്ങിപ്പോയിട്ട് അതിനെ വലിയ ന്യായീകരണങ്ങളുമായിട്ട് മൂടുന്നത്
തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാവേണ്ട ഒരു സാറേ ഇവർക്ക് മനസ്സിലാവാഞ്ഞിട്ടാ. ഇത് എന്താണ് നമ്മൾ കാര്യം മനസ്സിലാക്കിയിട്ട് വേണം. സഹതാപം പിടിക്കാനും വോട്ട് പിടിക്കാനും വേണ്ടി മലർന്നു കടന്ന് തുപ്പുന്ന ഒരുതരം പ്രവർത്തനമായിട്ട് ചിലര് സ്വന്തം കഥ പറയാൻ വേണ്ടി കയറുമ്പോൾ പാരന്റ്സിനെ കുറിച്ച് പറയുന്ന കുറ്റങ്ങൾ വളരെയധികം മ്ലേച്ഛമാണ്, വേദനാജനകമാണ്. ഇതൊക്കെ ഇവിടെയുള്ള ജനങ്ങൾ കാണുന്നുണ്ട് സാറേ. അതുകൊണ്ടൊക്കെ തന്നെ ഇവർക്ക് വോട്ട് ചെയ്യാതെ മറ്റുള്ള ആളുകൾക്ക് വോട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ആളുകളെ നിലനിർത്താനുള്ള കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ബോട്ട് ഇറക്കി കഴിഞ്ഞാൽ നമ്മൾ ഇത് ബോട്ടും കപ്പലൊക്കെ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ വോട്ട് കിട്ടുന്ന പറയുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല സാറേ. ചിലര് പറഞ്ഞത് ഞാൻ അവളുടെ ചുണ്ട് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെയാണ് ഞാൻ അവളെ അങ്ങ് കല്യാണം കഴിക്കാൻ. ഈ ചുണ്ട് കണ്ട്, മീശ കണ്ട്, മുഖം കണ്ട് എന്നൊക്കെ പറഞ്ഞാണോ കല്യാണം കഴിക്കേണ്ടത്? അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ രജിത് സാറേ, ആണുങ്ങളോട് താല്പര്യമുള്ള ആളുകൾക്ക് ആണുങ്ങളോട് താല്പര്യം തോന്നുള്ളൂ. പെണ്ണുങ്ങളോട് താല്പര്യമില്ലാത്ത ആളുകൾ പെണ്ണുങ്ങൾക്ക് താല്പര്യം തോന്നില്ലല്ലോ. മനസ്സിലായ? അങ്ങനെ എന്തോ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് വരും. എനിക്ക് എന്താന്ന് മനസ്സിലായില്ല എന്റെ പൊന്നു മക്കളെ. ഇതൊക്കെ നേരാക്കി എടുക്കാൻ കഴിയുമ്പോൾ ഇതൊക്കെ നേരാക്കി എടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ മക്കൾ എന്തായാലും ഈ രീതിയിൽ ജീവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ നമ്മൾ നമ്മളെ മക്കളെ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഹോസ്റ്റലിലൊക്കെ ജീവിക്കുന്ന പെൺകുട്ടികളിലാണ് കൂടുതൽ ഇങ്ങനെ വഴുകി കണ്ടുവന്നിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോ ആദില നൂറ ഒരേ സ്കൂളിൽ +1 +2 പഠിച്ചിരുന്നു. ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാവുന്നത്. ആദിലയാണ് ഇതിന് മുൻകൈ എടുക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും ആദില തന്നെയാണ് മുൻകൈ എടുക്കുന്നത്. ബിഗ് ബോസ് കണ്ടാലും മനസ്സിലാവും, കുരുട്ടുബുദ്ധി കൊണ്ട് എല്ലാവരും തകർക്കാനുള്ള ശ്രമങ്ങളും ആദില അവിടെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നിങ്ങൾ നിങ്ങളെ പൂമ്പാറ്റകളെ സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യം, നിങ്ങളുടെ താല്പര്യമാണല്ലോ. പക്ഷെ ആ പൂമ്പാറ്റകൾ മറ്റുള്ള ആളുകൾ ഇൻസ്പയർ ആവുന്നു, തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ കൊഞ്ഞലം കുത്തിയിട്ട് കാര്യമില്ല. നമ്മുടെ നാട്ടിൽ എല്ലാവരും ഇത് അംഗീകരിക്കുന്നവരല്ല. ഞാൻ ഈ അംഗീകരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലില്ല, ഞാൻ അംഗീകരിക്കാത്ത ആളുകളുടെ കൂട്ടത്തിലുള്ളൂ. അതുകൊണ്ട് എൻ്റെ വീഡിയോസിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ മാത്രം കൂടെ കൂടിയാലും മതി. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ്.